ഇറ്റ് വെൽക്കം ടു ഡെറി. HBO-യുടെ ഒറിജിനൽ സീരീസ് ആണിത്. ഇന്ത്യയിലെ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് ഈ ഹൊറർ സീരീസിനെ കുറിച്ച്. ഡെറി എന്ന ടൗണിൽ 1962 ഒരു കൊച്ചു പയ്യനെ കാണാതാവുന്ന സമയം അവിടേക്ക് ഒരു എയർഫോഴ്സ് മേജറും പുള്ളിയുടെ ഭാര്യയും മകനും ഒക്കെ എത്തുന്നു. തുടർന്ന് എന്താണ് ആ ടൗണിലെ നിഗൂഢത എന്നുള്ളതാണ് ഈ സീരീസ് പറയുന്നത്. സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കിഡിലൻ ഷോ ആണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഇറ്റ് സിനിമകളുടെ പ്രീക്വൽ ആയിട്ട് വന്ന സീരീസ് ആണിത്. അതുകൊണ്ട് തന്നെ 2017 ഇറങ്ങിയ ഇറ്റ് എന്ന സിനിമ, 2019 ഇറങ്ങിയ അതിന്റെ സീക്വൽ, ഇതൊക്കെ കണ്ടവർ ഈ സീരീസ് കാണുക. ഒപ്പം സ്റ്റീഫൻ കിങ്ങിന്റെ മറ്റ് ചില സിനിമകളുടെ കൂടി ക്രോസ് ഓവർ ആണിതെന്ന് പറയാം. ഇറ്റ് സിനിമകൾ മാത്രമല്ല, 80 ഇറങ്ങിയ ദ ഷൈനിങ്, ഷോഷങ്ക് റിഡംപ്ഷൻ തുടങ്ങിയ സിനിമകൾ. ഈ ഒരു ക്രോസ് ഓവർ ഇവര് ബ്രില്യന്റ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഈ സീരീസ് കണക്ട് ആകും. അതല്ലെങ്കിൽ ഈ സീരീസ് കണ്ടിട്ട് പടങ്ങളൊക്കെ പിന്നെ കണ്ടാലും വലിയ കുഴപ്പമില്ല. കാരണം ഇതിന്റെ എല്ലാം ആദ്യത്തെ കഥയാണ് സീരീസിൽ പറയുന്നത്. പക്ഷെ കണ്ടവരാണെങ്കിൽ കുറച്ചുകൂടി സർപ്രൈസിങ് എലമെന്റ്സ് ഒക്കെ അവർക്കുണ്ടാകും. സോ കുറച്ചുകൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇറ്റ് എന്ന സിനിമ ആദ്യത്തെ പടം 2017 തന്നെ തിയേറ്ററിൽ കണ്ടാണ്, കൊച്ചിയിൽ വെച്ച്. ഇനി ഇതെല്ലാം കൂടെ 90 ഒരു 2 പാർട്ട് ആയിട്ടുള്ള മിനി സീരീസ് ആയിട്ടും HBO പണ്ട് തന്നെ ഇറ്റ് സീരീസ് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്, നല്ല കഥാപാത്രങ്ങൾ, അവരോട് തോന്നുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ്, കിടിലൻ മേക്കിംഗ്, ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള കഥയുടെ പോക്ക്, അങ്ങനെ പോസിറ്റീവ്സ് ഒക്കെ ഇതിന് നിറയുണ്ട്. പിന്നെ വളരെ ബ്രൂട്ടൽ ആൻഡ് വയലന്റ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ കിടിലനായിട്ട് തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സീരീസിന്റെ ഒരു ഓപ്പണിംഗ് സീൻ തന്നെ കിടുവായിരുന്നു. ഞാനിതിങ്ങനെ ഓരോ ആഴ്ചയും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചാണ് ആദ്യത്തെ ഒരു 4 എപ്പിസോഡുകൾ കണ്ടത്. പിന്നെ ബാക്കിയുള്ള എപ്പിസോഡ്സ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കണ്ടു തീർക്കുമായിരുന്നു. ആദ്യത്തെ 2 എപ്പിസോഡുകൾ തന്നെ നമ്മളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. ഒരു 5ാമത്തെ എപ്പിസോഡ് മുതൽ സംഭവം കൂടുതൽ ഇന്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ക്ലൈമാക്സ് ഒക്കെ കിടുവായിട്ട് തന്നെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ HBO-യുടെ സീരീസുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്തവരാണ്. സോ ഈ ഒരു സീരീസും അത് തെളിയിക്കുന്നുണ്ടെന്നുള്ളതാണ്. നല്ല രീതിയിലായിട്ടുള്ള കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഈ സീരീസിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കഥാപാത്രങ്ങളിലും ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഇമോഷണൽ ഇമ്പാക്ട് മൊത്തത്തിൽ കഥയ്ക്ക് നൽകാനും സാധിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സില്ലി ആയിട്ടുള്ള ചില ക്രേസി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ സ്ട്രേഞ്ചർ തിങ്സിലെ കുറെ സംഭവങ്ങളുമായിട്ട് പല സ്ഥലത്തും ഒരു കണക്ഷൻ ഫീൽ ചെയ്തായിരുന്നു. കുറേയധികം സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ ഇത് ഡിഫറന്റുമാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മൾ ഇതിലെ കുട്ടികളെ കാണുമ്പോൾ വിചാരിക്കും അവരാണ് ഇതിലെ മെയിൻ എന്ന്. പക്ഷെ ആ രീതിയിലല്ല കഥ മുമ്പോട്ട് പോകുന്നത്. പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ എന്ന് പറയാൻ പറ്റും. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ ഒന്ന് റിച്ച് എന്ന പയ്യനെയാണ്. പിന്നെ ലില്ലി, വിൽ ഒക്കെ, അതുപോലെ വില്ലിന്റെ അമ്മ ഷാർലറ്റ്, അച്ഛൻ ലിറോയ്, ഡിക് ഹാൽഡ്രൺ, അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ തന്നെ ഡിക്കിന്റെ ക്യാരക്ടർ ദ ഷൈനിങ് എന്ന സിനിമയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കിടുവായിരുന്നു. ടെക്നിക്കലിയും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈനിങ് ഒക്കെ കൊള്ളാം. ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന്റെ പഴയ കാലം കാണിച്ചിട്ട് പിന്നീട് പുതിയ കാലം കാണിക്കുമ്പോൾ അവരുടെ മുഖം ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഇഫക്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. VFXും മികച്ചതാണ്. അങ്ങനെ ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി തന്നെ ഗംഭീരമാണ്. ആർട്ട് ഡിസൈൻ ആണെങ്കിലും കോസ്റ്റ്യൂംസ്, ഇവരുടെ സെറ്റ് എല്ലാം കിടിലനാണ്. 80കളിൽ നമ്മൾ എത്തിയ ഒരു പ്രതീതി മൊത്തത്തിൽ ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹോക്കിൻസ് പോലെ ഇതിലെ ആ ഒരു ഡെറി ടൗണും ഒരു കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരീസ് കണ്ടു കഴിഞ്ഞാലും ഈ ഒരു ടൗൺ മനസ്സിൽ ഇങ്ങനെ മറക്കാതെ കിടക്കുകയും ചെയ്യും. ലെങ്ത് കുറച്ച് കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. അത് ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും ഇടയ്ക്ക് 1-2 എപ്പിസോഡുകളിലും ഈ ഒരു ലെങ്ത് ഇഷ്യൂ എനിക്ക് തോന്നിയിരുന്നു. ചെറിയ ലാഗ് അടിച്ചായിരുന്നു. പക്ഷെ ഒരു 5ാമത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയാ കുറച്ചുകൂടി ഗ്രിപ്പിംഗ് ആയിട്ട്, ത്രില്ലിംഗ് ആയിട്ട് പോകുന്നതുകൊണ്ട് അത് അങ്ങനെ ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുമില്ല. സോ മൊത്തത്തിൽ ഈ വർഷം റിലീസായ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസുകളിൽ ഒന്നാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. എനിക്ക് ഇഷ്ടമായ ഒരു സീരീസ് ആണ്. ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പൊ ഈ സീസണിലെ കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ ഒരു വിരാമമായി എന്നൊക്കെ പറയാമെങ്കിലും സീരീസ് ഇവിടെ തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് പാർട്ട് 1 എന്ന നിലയ്ക്കാണ് ഇവർ തീർത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പാർട്ട് 2 വേറെ വരും. HBO-യുടെ സീരീസുകളെല്ലാം നമ്മുടെ നാട്ടിൽ വരുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദി ഡബിംഗ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. തമിഴ്, മലയാളം ഒന്നും ഇല്ല. 55 മിനിറ്റ് മുതൽ 1 മണിക്കൂർ 10 മിനിറ്റ് വരെയൊക്കെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. 18+ ആണ്. ന്യൂഡിറ്റി, സെക്സ് സീൻസ് ഒന്നും ഇല്ലെങ്കിലും വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള, അറപ്പ് തോന്നുന്ന, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് വയലൻസ് സീനുകൾ സീരീസിലുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പറ്റിയതല്ല, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.